നമുക്കിന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം 2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒരു 4 കപ്പ് ഗോതമ്പ് പൊടി, അരമുറി തേങ്ങ, 4 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഈസ്റ്റ്, ഒരു 1.5 തവി ചോറ്, 2 ഏലക്ക. ഇത്രയും കൂടി ഇട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കാരണം വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ട പിടിക്കത്തില്ല. അതേസമയം നേരെ തിരിച്ച് ഗോതമ്പൊടി ഇട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് അരക്കി കഴിഞ്ഞാൽ കട്ട പിടിക്കും. ദേ നോക്കിക്കേ, ഇപ്പം ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ കാണുന്ന ആളെന്ന് വെച്ചാൽ നമ്മുടെ ഏലക്ക കേട്ടോ. നല്ലപോലെ ഒന്ന് അരച്ച് വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം അതുകൊണ്ട് നമ്മൾ തലേദിവസം ഒന്നും വെള്ളത്തിലിടുകയോ എടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് രാവിലെ എഴുതി നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം അപ്പോൾ മാവ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം പാലപ്പച്ചട്ടി വെച്ചിട്ട് പാലപ്പച്ചട്ടിയിൽ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ചുറ്റി കറക്കി എടുക്കുക. ഇതേ നോക്കിക്കേ, ശിശിരങ്ങളെല്ലാം വീണ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിടുക. കാരണം നമ്മൾ ഈ പറയും ഗോതമ്പ് പൊടി കൊണ്ട് നമുക്കിപ്പോൾ എന്നും ഇപ്പോൾ അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം വെച്ചാൽ ഭയങ്കര മടിയുള്ള കാര്യം. അതേസമയം നമ്മുടെ വീട്ടിലുള്ള അച്ഛന്മാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും മക്കൾക്കും ആർക്കും ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇതിനോട് മുട്ടക്കറി എല്ലാം അടിപൊളിയായിരുന്നു. നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ.